വലിയവനായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. മനോഹരമായ ഒരു പ്രഭാതം നമുക്ക് ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന് താൻ സൃഷ്ടിച്ച മാനവരാശിയോട് അറിയിക്കുവാനുള്ള ഒരു സ്നേഹ സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ച് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. അല്പസമയത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഈ ഒരു ശബ്ദ പരിധിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ ലോകത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുമ്പോൾ ഈ ക്ഷണികമായ ജീവിതത്തിനിടയിൽ നാം മറന്നുപോകുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നാം ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കുവാൻ തുടങ്ങിയ അനേക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ തരുവാൻ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു തരുവാൻ തിരുവചനത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വിലയേറിയ 10-15 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരമായി തീരും എന്ന ഉറപ്പോടെ ഞങ്ങൾ നിങ്ങളെ ഈ ഒരു ശബ്ദപരിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊരു പാട്ട് ആദ്യമേ പാടുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഈ സന്ദേശം ശ്രവിക്കാവുന്നതാണ്. പാടാം മധുരഗാനം സുവിശേഷയാത്രയിൽ, കാണാം കുരിശുദീപം പരമാർത്ഥവീതിയിൽ. ഇടയ സ്നേഹമൻ ഹൃദയ തമ്പുരു തഴുകിയെത്തുന്നുവല്ലോ, യെരൂശലേമിലെ ഒലിവു ചില്ലകൾ തളിരു ചൂടുന്നുവല്ലോ. ശ്രീയേശുദേവനെ ജീവന്റെ നാഥനെ ഹല്ലേലൂയ പാടി പാടിയെന്നും വാഴ്ത്തിടാം. പാടാം മധുരഗാനം സുവിശേഷയാത്രയിൽ, കാണാം കുരിശുദീപം പരമാർത്ഥവീതിയിൽ. ഇടയ സ്നേഹമൻ ഹൃദയ തമ്പുരു തഴുകിയെത്തുന്നുവല്ലോ, യെരൂശലേമിലെ ഒലിവു ചില്ലകൾ തളിരു ചൂടുന്നുവല്ലോ. ശ്രീയേശുദേവനെ ജീവന്റെ നാഥനെ ഹല്ലേലൂയ പാടി പാടിയെന്നും വാഴ്ത്തിടാം. കരുണതൻ നിറകുടം മരുഭൂമിയിൽ, നീ കുളിരിളം തണലിടം പെരുവീഥിയിൽ. നീ കരുണതൻ നിറകുടം മരുഭൂമിയിൽ, നീ കുളിരിളം തണലിടം പെരുവീഥിയിൽ. മാലാഖ പക്ഷി പാടുന്നു, മായാത്ത സത്യമോതുന്നു, മാനത്തെ മുദ്ര കാണുന്നു, മാലോകരൊത്തു കൂടുന്നു. വന്നു സ്വർഗരാജ്യം ലലലാലലാലല. പാടാം മധുരഗാനം സുവിശേഷയാത്രയിൽ, കാണാം കുരിശുദീപം പരമാർത്ഥവീതിയിൽ. ഇടയ സ്നേഹമൻ ഹൃദയ തമ്പുരു തഴുകിയെത്തുന്നുവല്ലോ, യെരൂശലേമിലെ ഒലിവു ചില്ലകൾ തളിരു ചൂടുന്നുവല്ലോ. യേശുദേവനെ ജീവന്റെ നാഥനെ ഹല്ലേലൂയ പാടി പാടിയെന്നും വാഴ്ത്തിടാം. നീ ഇരുളിലെ മെഴുതിരി വഴിയാത്രയിൽ, നീ അഗതികൾക്കാശ്രയം തിരമാലയിൽ. നീരുളിലെ മെഴുതിരി വഴിയാത്രയിൽ, നീ അഗതികൾക്കാശ്രയം തിരമാലയിൽ. മാലാഖ പക്ഷി പാടുന്നു, മാനത്തെ മുത്തു പെയ്യുന്നു,
ആനന്ദ പൊൻപിറാവുകൾ ആത്മാവിൽ കൂടൊരുക്കുന്നു. വന്നു ദൈവരാജ്യം ലലലാലലാലല. പാടാം മധുരഗാനം സുവിശേഷയാത്രയിൽ, കാണാം കുരിശുദൈവം പരമാർത്ഥവീതിയിൽ. ഇടയ സ്നേഹമെൻ ഹൃദയ തമ്പുരു തഴുകിയെത്തുന്നുവല്ലോ. യെരൂശലേമിലെ ഒലിവു ചില്ലകൾ തളിരു ചൂടുന്നുവല്ലോ. യേശുദേവനേ ജീവന്റെ നാഥനെ ഹല്ലേലൂയ പാടി പാടിയെന്നും വാഴ്ത്തിടാം. ലാലാ 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 ഹല്ലേലൂയ പാടി പാടിയെന്നും വാഴ്ത്തിടാം. ദൈവത്തിന്റെ വചനം വാഴ്ത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. മാന്യരായ സ്നേഹം നിറഞ്ഞ കൊച്ചി എയർപോർട്ടിന്റെ പരിസരത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ ജനമേ, പല പല ബിസിനസ്സുകളായി, കച്ചവടങ്ങളായി, കൊച്ചു കടകൾ മുതൽ വലിയ വലിയ ഹോട്ടലുകൾ വരെ, ഓട്ടോറിക്ഷ അവരുടെ ജീവിതമാർഗവും ഉപയോഗിച്ച് ഉപജീവനം കഴിക്കുന്നവരെ, മറ്റ് പല തുറകളിലുള്ളവരെ, ഓൺലൈനിലൂടെ എന്നെ ശ്രമിക്കുന്നവരെ, നിങ്ങളോടെല്ലാം പ്രപഞ്ചത്തിന്റെ ഉടയവനായ സൃഷ്ടാവായ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, മരണമില്ലാത്ത ദൈവത്തിന്റെ ഒരു സന്ദേശം അറിയിക്കാനാണ് ഈ ടീമിലൂടെ കടന്നു പോകുന്നത്. നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഭാവിയാണ് ആ സന്ദേശത്തിൽ ഉൾക്കൊള്ളുന്നത്. ഈ സന്ദേശത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കും ജയിക്കണ്ടേ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങള് ഇന്ന് രാവിലെ 2 ടീമായിട്ട് ഇറങ്ങിയപ്പോ പലയിടങ്ങളിലും കാണാനായിട്ടുള്ള കാര്യം, പല ആളുകൾ അവിടെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇന്നാണ് ഇവിടുത്തെ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇന്നാണ്. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓരോ പാർട്ടിയുടെ അനുയായികൾ വോട്ടെണ്ണുന്ന ഓരോ തലങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമോ ഇല്ലയോ എന്നറിയാം. എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്ന ചിന്ത ഇതാണ്. വിശുദ്ധ ബൈബിളിൽ അവസാനം ഇങ്ങനെ പറയുന്നു, ജയിക്കുന്നവന് ദൈവം ഇത് അവകാശമായി കൊടുക്കും, ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നാം കാത്തിരിക്കുമ്പോ, ഈ ലോക ജീവിതത്തിൽ നാം ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള ഒരു ആകാംക്ഷ നമുക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അല്ലെ? അങ്ങനെയെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ജയിച്ച ഒരുപക്ഷെ 5 വർഷം പഞ്ചായത്ത് ഭരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ഭരിക്കുന്നതിന്റെ ഇടയിൽ മരിക്കാം, മരിച്ചില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങിക്കൊടുക്കാം എന്ന തലത്തിലൊക്കെ ആയിരിക്കുമ്പോൾ, അപ്പൊ അവർ ജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ
നമ്മളുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു ഇലക്ഷൻ ആണെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. അപ്പോ ഉറപ്പാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സന്ദേശം മറ്റൊന്നുമല്ല, ദൈവം നമ്മോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം സ്വകേന്ദ്രീകൃതമായ ജീവിതം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം മനുഷ്യരോടുകൂടി ജീവിച്ച് ഏതാനും നാളുകൾ, മാസങ്ങൾ, വർഷങ്ങൾ ജീവിച്ച് നാം മരിച്ചു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത് മരിച്ച് അവസാനിക്കാനല്ല, നാം ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്. അതിനായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെപ്പോലെ മരണമില്ലാത്ത സ്വർഗത്തിലെ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും ഒക്കെ പെട്ടുപോയി അവസാനിച്ചു പോകുന്ന നമ്മളെ തന്നോടുകൂടെ താമസിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം വിളിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പോ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മളെ സ്വർഗരാജ്യക്കാരായി, തന്റെ മക്കളായി, തന്നോടുകൂടെ ജീവിക്കാൻ, മരണമില്ലാത്തവരായി തീരുവാൻ ക്ഷണിക്കുകയാണ്. ആ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരുവാനാണ് കൊച്ചി എയർപോർട്ടിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങളോട് ഈ സന്ദേശം അറിയിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം എന്നത് മറ്റൊന്നുമല്ല, ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ്, സൃഷ്ടാവോടുകൂടെയുള്ള ജീവിതമാണ്, അപ്പനോട് കൂടെയുള്ള ജീവിതമാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഇതാണ് സുവിശേഷം. ഇതാണ് ദൈവത്തിനായി യേശു ഇവിടെ വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക. എന്തിനു വേണ്ടി? ഈ സുവിശേഷം നീ അനുഭവിക്കാൻ വേണ്ടി. ദൈവത്തോടുകൂടിയുള്ള ഒരു കുടുംബ ജീവിതം, ദൈവത്തിന്റെ മകനായുള്ളൊരു ജീവിതം ഞാൻ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വേണ്ടി. ഇന്ന് മരണമുള്ള മനുഷ്യ മക്കളായി മനുഷ്യരോടുകൂടെ ജീവിച്ച് അവസാനിക്കുന്ന നമ്മളെ ദൈവം തന്നോടുകൂടെ ജീവിക്കുവാൻ വിളിക്കുന്നതാണ് സുവിശേഷം എന്ന് കേട്ടു. ഒരുപക്ഷെ ഈ വിളിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകാം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ വിളി സ്വീകരിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ്. പക്ഷെ ആ ഒരു തീരുമാനം കൊണ്ട് മാത്രം ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, നമുക്ക് കഴിയില്ല. കാരണം മാനവകുലത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് മാനവകുലത്തിന്റെ കളറോ പണമോ അവന്റെ ജാതിയോ മതമോ ഒന്നുമല്ല, മാനവകുലത്തിന്റെ പാപം മാത്രമാണ്. അത്യുന്നതനായ ദൈവം അതിപരിശുദ്ധിയിൽ വസിക്കുകയും മനുഷ്യരാരും കാണാത്തവരും കാണാൻ കഴിയാത്തവരും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോടെടുക്കുവാൻ നമ്മുടെ പാപം തടസ്സമാണെന്നും അതുകൊണ്ട് പാപത്തിന് പരിഹാരം ദൈവിക നിയമത്തിൽ മരണമാണ് എന്നുള്ള ആ നിയമം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവൻ നമ്മളുടെ പാപം നമ്മളെ ദൈവത്തിന് അകറ്റുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നമ്മളെ ദൈവത്തോട് അടുപ്പിപ്പാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. കാൽവരി ക്രൂശിൽ കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗ്ഗസ്ഥ പിതാവിനോട് ഐക്യപ്പെടുകയും 3.5 വർഷക്കാലം പിതാവ് തന്നെ ഏൽപ്പിച്ച സന്ദേശമായ ദൈവരാജ്യ സുവിശേഷം ദൈവം നമ്മോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ള സന്ദേശം അറിയിക്കുകയും തുടർന്ന് ആ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ തടസ്സമായ പാപത്തിന് പരിഹാരമായി താൻ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി താൻ ആ മരണശിക്ഷ ഏറ്റെടുക്കുകയും നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാനുള്ള ജീവനുള്ള പുതിയ വഴി തുറക്കുകയും ചെയ്യുന്നു എന്നുള്ള സത്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടുകൂടെ ജീവിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ശാപത്തിൽ രക്ഷിപ്പാൻ ഒരേ ഒരു നാമമേ നമുക്ക് നൽകിയിട്ടുള്ളൂ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം നമുക്ക് തന്നത് നാം ഓരോരുത്തരും പാപത്തിന് രക്ഷ പ്രാപിച്ച് ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കൊച്ചി എയർപോർട്ട് നിവാസികളെ, നിങ്ങളോട് പറയാനുള്ള സന്ദേശം മറ്റൊന്നുമല്ല, ഈ ദൈവത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്കുണ്ട് എന്നിരിക്കുമ്പോൾ ഈ രാജ്യത്തെ സുവിശേഷത്തിലെ സാക്ഷ്യം നിങ്ങളുമൊന്ന് അറിയുവാൻ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ദൈവത്തോടുകൂടി ജീവിപ്പാൻ, ദൈവത്തിന്റെ മകനെ ജീവിപ്പാൻ ഒരു അവസരം നിങ്ങൾക്കും തരുന്ന സന്ദേശമാണ് ഇതാ ഈ ടീം നിങ്ങളോട് ഇപ്പോൾ അറിയിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ സന്ദേശം തള്ളിക്കളയരുത് എന്ന് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ കേട്ടതുപോലെ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ തുടർന്ന് ബൈബിൾ പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജയം പ്രാപിച്ചു വരുന്ന വ്യക്തി ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, പഞ്ചായത്ത് മെമ്പർ ആകാം, ഒരു MP ആകാം, MLA ആകാം, മന്ത്രിയാകാം. പക്ഷേ ഒരു 5 വർഷം കൊണ്ട് അവരുടെ ഭരണം അവസാനിക്കുമ്പോൾ എണ്ണയെണ്ണകളെ നിത്യരാജാക്കന്മാരായി, നിത്യരായ ദൈവത്തിന്റെ നിത്യരായ മക്കളായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും നഷ്ടമാക്കരുതെന്ന് കൊച്ചി എയർപോർട്ട് നിവാസികളോട് മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചകളിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അറിയിക്കുകയാണ്. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രം മനുഷ്യരോടുകൂടി ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യ, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സങ്കടമില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെ പോലെ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഇത് തള്ളിക്കളയുന്നേ എന്ന് സന്ദേശം നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഭാരതദേശത്തേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയട്ടെ, മാനവകുലത്തിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും നല്ല സന്ദേശം എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് അവരുടെ സൃഷ്ടാവായ, അവരുടെ സ്വർഗ്ഗസ്ഥനായ പിതാവോടുകൂടെയുള്ള ജീവിതമാണ്. ആ ജീവിതം സാധ്യമാകുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലാണ് എന്നുള്ള സന്ദേശം. ആ ക്രിസ്തു മാത്രമാണ് ഏക വഴിയും സത്യവും ജീവനും. ആകാശത്തിൽ മനുഷ്യരെ പിശാചിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മരണത്തെ രക്ഷിപ്പാൻ മറ്റൊരു നാമം സ്വർഗ്ഗസ്ഥ പിതാവ് ഭൂമിയിലേക്ക് നൽകിയിട്ടില്ല. തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം മാത്രമാണെന്ന് അറിയിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ കടന്നു പോകുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ ദിവ്യമായ മാർഗത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, യേശു ക്രിസ്തു ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനാണെന്നും കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെയും നിങ്ങളുടെ പാപത്തിന് വേണ്ടി അത് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കർത്താവായി, നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ യേശുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ പ്രേമകനെ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ദിവ്യമായ ലക്ഷ്യത്തിലേക്ക് പിതാവോടുകൂടിയുള്ള ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാമെന്നുള്ള സത്യം നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. ഈ നാളെ ഞങ്ങൾ ഇത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് ഈ ദേശവാസികൾ പറയുവാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. മരണം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് മരണത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുള്ള ദിവ്യമായ ദൈവത്തിന്റെ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് യേശുവെ അനുസരിച്ച് അനുഗമിച്ച് ആ ലക്ഷ്യത്തിലെത്തുവാൻ ഏവരെ ഓർപ്പിക്കുകയാണ്. നമുക്ക് മുൻപ് ജീവിച്ച നമ്മുടെ പിതാക്കന്മാരെയല്ല ഈ ഭൂമിയിൽ നിന്ന് ഒരു അമ്മ രാവിലെ എഴുന്നേറ്റ് അടിച്ചുവാരി കളയുന്ന ധൈര്യ പോലെ എല്ലാവരും അടിച്ചുവാരി കളഞ്ഞെങ്കിൽ ഇതാ മരണം നമ്മെ അടിച്ചുവാരി കളയും. എന്നാൽ നമ്മെ മരണം അടിച്ചുവാരി കളയുന്നതിന് മുമ്പ് മരണത്തെ മാറ്റിക്കളയുവാൻ കഴിവുള്ള ദിവ്യമായി ഈ സുവിശേഷം വിശ്വസിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് കടന്നു വരുവാൻ നിങ്ങൾ ഏവരെ ഓർപ്പിക്കുകയാണ്.
ഇതാ രാജ്യത്തിന്റെ സുവിശേഷം കൊച്ചി എയർപോർട്ട് നിവാസികളുടെ മുമ്പാകെ അറിയിച്ചിരിക്കുന്നു. ഈ ശബ്ദ കാഴ്ചകൾ ഏവരുടെ മുമ്പാകെ അറിയിച്ചിരിക്കുന്നു. നാളെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാനിടയാകരുതേ എന്ന് സ്നേഹത്തോടെ പ്രിയമക്കളെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വാത്സല്യ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ ബിസിനസ് ചെയ്യുന്ന, ഹോട്ടൽ നടത്തുന്ന, വണ്ടി ഓടിക്കുന്ന, എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ എയർപോർട്ട് മാത്രമല്ല, പരിസരവാസികൾ മാത്രമല്ല, ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ഏറ്റവും തേജസ്സിനെ കടന്നു വരിക. അങ്ങ് ഇവരെ കേൾപ്പിച്ച അതിന്യമായ സുവിശേഷത്തിലേക്ക് ഇവർ എത്തിച്ചേരുക. അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം, ഈ ശബ്ദ കാഴ്ചപ്പെടുന്നത് സാക്ഷ്യമായി നിലകൊള്ളുന്നതിനാൽ സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുക ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ബിസിനസ്സുകളെയും ഈ എയർപോർട്ടിനെയും ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് സ്വർഗസ്ഥിതിയായ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവരെ എല്ലാവരെയും അവരുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ. നല്ല പിതാവേ, നന്ദി നന്ദി നന്ദി. അപ്പോൾ തന്നെ പ്രിയമക്കളെ ഒരു കാര്യം ഓർപ്പിച്ചോളൂ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ 2 നോട്ടീസുകൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഞങ്ങളുടെ പ്രസംഗിച്ച ഈ രാജ്യത്തെ സുവിശേഷമാണ്. ഇത് നിങ്ങൾ അതിവേഗം മറന്നു പോകുക. എന്നാൽ ആ നോട്ടീസ് നിങ്ങളെ സഹായിക്കും വീണ്ടും അത് ഓർക്കുവാൻ തക്കവണ്ണം. അപ്പോൾ തന്നെ അതിന്റെ കൂടെ മറ്റൊരു നോട്ടീസ് ഉണ്ട്. ഇവിടെ എറണാകുളത്ത് പൂക്കാട്ട് പഠിക്കുന്നത് പഞ്ചായത്ത് റോഡ് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22-23 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാലയം എന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ദൈവരാജ്യം വചന സന്ദേശമുണ്ട്, വചന ധ്യാനമുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടന്നു വരാൻ. ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ ഒഴുക്കിലും പെട്ട് തളർന്നിരിക്കുന്ന വ്യക്തിയാണോ, ഇതാ പ്രാർത്ഥനാലയത്തിലൂടെയുള്ള ദൈവവചന സന്ദേശം നിങ്ങൾക്ക് ആശ്വാസം തരുമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഏവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. രോഗികളായിരിക്കുന്നവർ, കുടുംബ തകർച്ചയിലായിരിക്കുന്നവർ, ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ആത്മാവ് വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വർഗ്ഗരാജ്യ അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ കടന്നു വന്നാട്ടെ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത റിട്രീറ്റ് 2026 ജനുവരി 5-ാം തീയതിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ അതിൽ ആ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സഹായിക്കുന്നതാണ്. ദൈവം നിങ്ങൾ ഏവരെയും, പ്രത്യേകിച്ച് എയർപോർട്ടിലെയും എയർപോർട്ടിലെ എല്ലാ ജീവനക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട ദേശവാസികളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഓൺലൈനായിരിക്കുന്നത് നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.